ഒരു ഫാമിലി ആയിട്ട് ദുബായിൽ സെറ്റിൽ ചെയ്യുമ്പോൾ ഉള്ള ചിലവ് എന്തോരം വരും? അതൊരു ട്രിക്കി ക്വസ്റ്റ്യനാണ്. ഫാമിലി ആയിട്ട് 5000 ദിർഹംസിന് താമസിക്കുന്നവരുണ്ട്, 15000 ദിർഹംസിന് താമസിക്കുന്നവരുണ്ട്, 20000 ദിർഹംസിന് താമസിക്കുന്നവരുണ്ട്, അതിന് മേളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഒരു ജനറലായിട്ട് പറയാം, ഒരു ഒരു അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ദുബായിൽ താമസിക്കണമെങ്കിൽ ഒരു 12,000 to 15,000 ദിർഹംസ് എങ്കിലും പെർ മന്ത് ഏർണിംഗ് ഉണ്ടാവണം. ഒന്ന് ബ്രേക്കപ്പ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഞാൻ പറയാം. റെൻറ്റ് അതൊരു മേജർ ഫാക്ടറാണ്. ഒരു 5,000 to 7,000 ദിർഹംസ് പെർ മന്ത് വരും. അവിടെ ഒരു മാസം ഒരു 1 BHKയിൽ അത്യാവശ്യം നല്ല ഒരു പ്രോജക്റ്റിൽ നല്ലൊരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു കാറുണ്ടാവും, ആ കാറിന് ഒരു 1,500 എങ്കിലും EMI വരും. ഒരു 500 ദിർഹംസ് പെട്രോളിനാവും. ഒരു കുട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ല സ്കൂളിലാണ് വിടുന്നെങ്കിൽ ഒരു 1,500 to 2,000 ദിർഹംസ് അതിന് വരും. വീട്ടിലെ ഗ്രോസറീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇനി നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ടാകും, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു 1,000 to 1,500 ദിർഹംസ് എന്താണെങ്കിലും ചിലവ് വരും. പിന്നെ നമ്മുടെ ഒരു പേഴ്സണൽ ഷോപ്പിംഗ് കാണും, 1,000 ദിർഹംസ് കൂട്ടണം. ഇനി ഇത് കൂടാതെ നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഇത് വേണം. അപ്പം ഒരു 12,000 to 15,000 ദിർഹംസ് ഒരു നോർമൽ രീതിയിൽ അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ദുബായിൽ താമസിക്കണമെങ്കിൽ ചിലവ് വരും. 5,000 ദിർഹംസിന് ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആളുകളും ദുബായിലുണ്ട്. ദുബായിയുടെ പ്രത്യേകത അതാണ്, ഏത് ലെവലിൽ വേണമെങ്കിലും ദുബായിൽ നമുക്ക് താമസിക്കാം, പ്രൊവൈഡഡ് നമ്മൾ ആ രീതിയിലാണ് അപ്പം ചുരുങ്ങുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഏത് ലൈഫ് സ്റ്റൈൽ വേണമെങ്കിലും അവിടെ നമുക്ക് ജീവിക്കാം. കംഫർട്ടബിൾ ഒരു സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും നമ്മുടെ ഒരു റേഞ്ച് പോവല്ലേ? അതെ. അപ്പം ഒരു മിഡിൽ ക്ലാസ് ആളുകൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കണമെങ്കിൽ ഒരു 12,000 to 15,000 എങ്കിലും കാണണം. അതിനുള്ളൊരു പ്ലാനിങ്ങോട് കൂടി വേണം അവർ ദുബായിൽ വരാൻ.